നമസ്കാരം. മിഷൻ ടെക് സെൻ്ററിൻ്റെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ബേസിക്സ് തിയറി 1, 2 and 3 ടെസ്റ്റ് നമ്പർ 3 ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വീൽ ബേസ് ഓഫ് എ വെഹിക്കിൾ ഈസ് ദ. ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ് എന്താണ് ഉദ്ദേശിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ് എന്നുള്ളത് അതിൻ്റെ ഫ്രണ്ട് വീലും റിയർ വീലും തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസാണ്. ഇവ തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് വീൽ ബേസ് ഓഫ് എ വെഹിക്കിൾ എന്ന് പറയുന്നത്. ഇവിടെ ഉത്തരം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റേഴ്സ് ഓഫ് ദ ഫ്രണ്ട് ആൻഡ് റിയർ വീൽസ് ആണ്. ഇപ്പോൾ ട്രക്കിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ സ്റ്റിയറിംഗ് ആക്സിലും ഡ്രൈവിംഗ് ആക്സിലും അതിൻ്റെ കേസിൽ 2 ആക്സിൽ കൂടുതലുണ്ട്. ഇവിടെ ഓരോരോ ആക്സിൽ വീതമാണുള്ളത്. ഇത് സ്റ്റിയറിംഗ് ആക്സിലാണ്, ഇത് ഡ്രൈവിംഗ് ആക്സിലാണ്. വാഹനം പോകുന്നത് ഇങ്ങോട്ടാണ്. ഇപ്പോൾ ട്രക്കിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ വീൽ ബേസ് എന്നുള്ളത് സ്റ്റിയറിംഗ് ആക്സിലും ഡ്രൈവിംഗ് ആക്സിലിൻ്റെ കോമ്പിനേഷൻ്റെ സെൻറ്ററും തമ്മിലുള്ളതാണ്. അതാണ് ശ്രദ്ധിക്കേണ്ട പോയിൻ്റ്. ഇവിടുത്തെ വീൽ ബേസ് റിയർ ആക്സിൽസിൻ്റെ കോമ്പിനേഷൻ്റെ സെൻറ്റർ മുതൽ ഫ്രണ്ട് വീല് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് വീൽ ബേസ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പോയിൻ്റാണ് വീൽ ട്രാക്ക് എന്നുള്ളത്. ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് വ്യൂ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലത്തെ 2 വീല് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് വീൽ ട്രാക്ക് എന്ന് പറയുന്നത്. 2 വീൽസ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയോ അല്ലെങ്കിൽ റിയർ സൈഡിലെ 2 വീൽസ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. മറ്റൊരു ക്വസ്റ്റ്യൻ, ഇഫ് എ വെഹിക്കിൾ ഹാസ് മോർ വീൽ ബേസ്. വാഹനത്തിന് വീൽ ബേസിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ സ്വാഭാവികമായി അറിയാൻ കഴിയും, വീൽ ബേസ് കൂടുമ്പം വാഹനത്തിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ടുള്ള ഗുണത്തിനകത്ത് ഫസ്റ്റ് വൺ ബെറ്റർ സ്റ്റെബിലിറ്റിയാണ്, ശരിയാണ്. ബെറ്റർ ഹാൻഡ്ലിംഗ്, അതുപോലെ തന്നെ മോർ റൈഡ് കംഫർട്ടാണ്. മോർ റൈഡ് കംഫർട്ട് എന്നുള്ളത് ഒരു ബമ്പിൽ കയറുന്ന സമയത്ത് ഈ ഫ്രണ്ട് വീലും റിയർ വീലും തമ്മിലുള്ള ദൂരം കൂടുതലായതുകൊണ്ട് വാഹനം മൂവ് ചെയ്യുന്ന സമയത്ത് ഓവർ എ ബംപ് ആ ഒരു കണ്ടീഷനിൽ ഫ്രണ്ട് വീല് കയറി കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് റിയർ വീല് കടന്നു പോകുന്നത്. അതിൻ്റെ ഫലമായിട്ട് അവിടെ ഒരു റൈഡിങ് കംഫർട്ട് ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം 3 കേസും ശരിയാണ്. ഓൾ ഓഫ് ദ എബവ് ആണ് എൻ്റെ ആൻസർ. മറ്റൊരു പോയിൻ്റ്, മോർ വീൽ ബേസ് ഓഫ് എ വെഹിക്കിൾ റിസൾട്ട്സ്. വീൽ ബേസ് കൂടുകയാണെങ്കിൽ വെഹിക്കിളിൻ്റെ അകത്ത് സംഭവിക്കുന്ന മാറ്റങ്ങളാണ്. മോർ സ്റ്റെബിലിറ്റി ശരിയാണ്, മോർ ടേണിംഗ് റേഡിയസ് ശരിയാണ്, ബെറ്റർ ട്രാക്ഷനാണ്. അപ്പോൾ ഇവിടെ ഉത്തരം എന്നുള്ളത് ഓൾ ഓഫ് ദ എബവ് ആണ്. ഇവിടെ മോർ സ്റ്റെബിലിറ്റി എന്നുള്ളത്, മോർ സ്റ്റെബിലിറ്റി കൂടാൻ കാരണം എന്ന് വെച്ചാൽ ലോങ് വീൽ ബേസ് ഉള്ള വാഹനങ്ങൾ ടയർ തമ്മിലുള്ള ഡിസ്റ്റൻസ് വർദ്ധിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഹെവി ലോഡായിരിക്കും ആക്ട് ചെയ്യുന്നത്. വാഹനത്തിൻ്റെ ലോഡ് വളരെ കൂടുതലായിരിക്കും. ഹെവി ലോഡ് ആക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ബെറ്റർ ട്രാക്ഷനാണ്. മറ്റൊന്ന് മോർ ടേണിംഗ് റേഡിയസ് ആണ്. ഇപ്പോൾ സാധാരണ രീതിയിൽ ഒരു ഓൾട്ടോ കാറ് അതിൻ്റെ വീൽ ബേസ് ഉപയോഗിച്ചിട്ട് ടേണിംഗ് റേഡിയസിൽ എടുക്കുന്നതെന്ന് വെച്ചാൽ 4.6 ആണ്. 4.6 മീറ്റർ മിനിമം റേഡിയസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഓൾട്ടോ കാറ് തിരിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു i20 കാറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ വീൽ ബേസ് കുറച്ചുകൂടെ കൂടുതലാണ്. അവിടുത്തെ കേസിൽ 5.2 മീറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു i20 വാഹനം വന്ന വഴിയിൽ നിന്നും തിരിച്ച് യൂട്ടേൺ എടുത്ത് പോകാൻ സാധിക്കുകയുള്ളൂ. ഇവിടുത്തെ കേസിൽ മോർ വീൽ ബേസ് ഓഫ് എ വെഹിക്കിൾ റിസൾട്ട്സ് എല്ലാ കേസും കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഓൾ ഓഫ് ദ എബവ് ആണ്. ഷോർട്ട് വീൽ ബേസ് ഓഫ് എ വെഹിക്കിൾ റിസൾട്ട്സ്, അതായത് വീൽ ബേസ് കുറവുള്ള വാഹനത്തിനെയാണ് ഷോർട്ട് വീൽ ബേസ് SWB എന്ന് സൂചിപ്പിക്കുന്നത്. ഇവിടുത്തെ കേസിൽ വാഹനത്തിൻ്റെ വെയ്റ്റ് വളരെ കുറവായിരിക്കും. ഇപ്പോൾ സാധാരണ രീതിയിൽ ലോങ് വെഹിക്കിളിൻ്റെ കേസിലല്ലാത്ത അഡ്വാൻറ്റേജാണ് അതിൻ്റെ വെയ്റ്റ് വളരെ കുറവായിരിക്കും. അത് ശരിയാണ്. ഉദാഹരണം, കാറിൻ്റെ വീൽ ബേസ് കുറവാണ്, ട്രക്കിൻ്റെ വീൽ ബേസ് എടുക്കുകയാണെങ്കിൽ വളരെ കൂടുതലാണ്. അപ്പോൾ അവിടുത്തെ കേസിൽ കാറിൻ്റെ വെയ്റ്റ് കുറവായിരിക്കും. മറ്റൊന്ന് അപ്രോച്ച് ആൻഡ് അറ്റാക്ക് ആംഗിൾസ് ആണ്. ഇപ്പോൾ സാധാരണ രീതിയിൽ ഏത് വഴിയിൽ കൂടെയും ഒരു ഷോർട്ട് വീൽ ബേസ് ഉള്ള വാഹനത്തിന് പാസ് ചെയ്യാൻ സാധിക്കും. ഇങ്ങോട്ട് വരുന്ന വാഹനം
പെട്ടെന്ന് തന്നെ ഇടത്തോട്ടോ അല്ലെങ്കിൽ വലത്തോട്ടോ തിരിച്ചു പോകാൻ സാധിക്കും. ടേണിംഗ് ആംഗിൾസിൻ്റെ കേസിലാണെങ്കിൽ വളരെ കുറവാണ്. അതുകൊണ്ട് ഏത് വഴിയിലും ടേണിംഗ് ആംഗിൾ ഉപയോഗിച്ചിട്ട് കടന്നു പോകാനും തിരിച്ചു വരുവാനും സാധിക്കും. ഇതിൻ്റെ ബേസ് അഡ്വാൻറ്റേജ് എന്നുള്ളത് ഓൾ ഓഫ് ദ എബോവ് ആണ്. ആൻസർ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇഫ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഓഫ് എ വെഹിക്കിൾ ഇൻക്രീസസ്, ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വർദ്ധിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നതാണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കേസ് ഗ്രൗണ്ട് ക്ലിയറൻസ് എന്നുള്ളത് ഗ്രൗണ്ടിൽ നിന്ന് അതിൻ്റെ ബോട്ടം ഭാഗം വരെയുള്ള ക്ലിയറൻസിനെയാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുന്തോറും, ഉദാഹരണം SUV വാഹനങ്ങളിലാണെങ്കിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് മറ്റുള്ള കാറുകളെ അപേക്ഷിച്ച് കൂടുതലാണ്. ഈ വാഹനങ്ങളുടെ പ്രത്യേകത ഇതിൻ്റെ ടെൻഡൻസി, മറിയുവാനുള്ള ടെൻഡൻസി കൂടും. ടോപ്പിൾ ടെൻഡൻസി എന്നുള്ളത് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, ഇപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി SUVൻ്റെ കേസിൽ വളരെ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും. ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞിരിക്കുന്നതിനുള്ള അഡ്വാൻറ്റേജ് എന്നുള്ളത് അത് ബെറ്റർ സ്റ്റെബിലിറ്റി ആയിരിക്കും. അതിൻ്റെ ഫലമായിട്ട് ടോപ്പൽ ടെൻഡൻസി, അതായത് മലക്കം മറിയാനുള്ള ടെൻഡൻസി വളരെ കുറവായിരിക്കും. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഓഫ് എ വെഹിക്കിൾ ഇൻക്രീസസ്, അതായത് ഇവിടെ വർദ്ധിക്കുകയാണെങ്കിൽ, ചോദിച്ചിരിക്കുന്ന ഗ്രൗണ്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ അവിടെ ടോപ്പൽ ടെൻഡൻസി ഇൻക്രീസസ് ആണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ടൈപ്പ് ഓഫ് കൺട്രോൾ ചേസസ് എൻജിൻ ഈസ് ഫിറ്റഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഡ്രൈവേഴ്സ് ക്യാബിൻ. അപ്പോൾ ഡ്രൈവറുടെ ക്യാബിൻ്റെ ഫ്രണ്ടിൽ എൻജിൻ ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏത് ടൈപ്പ് കൺട്രോൾ ചേസസ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ടൈപ്പ് ഓഫ് കൺട്രോൾ ചേസസ് എൻജിൻ ഈസ് ഫിറ്റഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഡ്രൈവേഴ്സ് ക്യാബിൻ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇൻ ഫ്രണ്ട് ഓഫ് ഡ്രൈവേഴ്സ് ക്യാബിനാണ്. ഡ്രൈവർ ക്യാബിൻ്റെ മുൻവശത്ത് എൻജിൻ ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏത് ടൈപ്പ് കൺട്രോൾ ചേസസ് ആണ് ക്വസ്റ്റ്യൻ. അത് കൺവെൻഷണൽ കൺട്രോൾ ചേസസ് ആണ്. ഇവിടെ ചിത്രത്തിൽ ഡ്രൈവേഴ്സ് ക്യാബിനാണ്. ഇവിടെ ഇതിൻ്റെ ഫ്രണ്ടിലാണ് എൻജിൻ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഇതുവഴി ബിഗ് ലോസ് എന്നുള്ളത് സ്പേസ് യൂട്ടിലൈസേഷൻ എന്നുള്ളത് നഷ്ടത്തിലാണ്. അതായത് ഒരു വാഹനത്തിൻ്റെ പരമാവധി സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ടൈപ്പ് ഓഫ് കൺട്രോൾ ചേസസ് ഹാഫ് പോർഷൻ ഓഫ് ദ എൻജിൻ ഈസ് ഫിറ്റഡ് ഇൻ ദ ഡ്രൈവേഴ്സ് ക്യാബിൻ ആൻഡ് റിമൈനിങ് ഹാഫ് ഔട്ട്സൈഡ് ദ ക്യാബിൻ. ഏത് കൺട്രോൾ ചേസസിലാണ് ഡ്രൈവേഴ്സ് ക്യാബിനുള്ളിൽ പകുതി ഭാഗവും അതുപോലെ തന്നെ ബാക്കി പകുതി ഡ്രൈവേഴ്സ് ക്യാബിന് പുറത്തും ഉള്ള ഏത് കൺട്രോൾ ചേസസ് ആണ് ക്വസ്റ്റ്യൻ. ഈ ടൈപ്പ് കൺട്രോൾ ചേസസ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ ക്യാബിനുള്ളിൽ എൻജിൻ്റെ പകുതി ഭാഗവും ബാക്കി പകുതി ക്യാബിന് പുറത്തും വരുന്നത് സെമി ഫോർവേഡ് കൺട്രോൾ ചേസസിലാണ്. ഇതിന് എക്സാമ്പിളാണ് ടാറ്റ SC അല്ലെങ്കിൽ ലോറി എന്ന് പറയും. 1613 അത് ടിപ്പറായിട്ട് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ടൈപ്പ് ഓഫ് കൺട്രോൾ ചേസസ് എൻജിൻ ഈസ് ഫിറ്റഡ് ഇൻ ദ ഡ്രൈവേഴ്സ് ക്യാബിൻ. ഡ്രൈവേഴ്സ് ക്യാബിനുള്ളിൽ എൻജിൻ ഫിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അത് ഏത് ടൈപ്പ് കൺട്രോൾ ചേസസ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് ഫുള്ളി ഫോർവേഡ് കൺട്രോൾ ചേസസ് ആണ്. ആൻസർ ഡി ആണ്. ഫുള്ളി ഫോർവേഡ് കൺട്രോൾ ചേസസിൻ്റെ ചിത്രമാണ് നൽകിയിട്ടുള്ളത്. എക്സാമ്പിൾ, ഇതിനെ ബസ് ചേസസ് എന്ന് മറ്റൊരു പേര് വിളിക്കുന്നു. ഉദാഹരണം, അശോക് ലൈലാൻഡിൻ്റെ ബസ്, അതുപോലെ തന്നെ പാണ്ടി ലോറി, ഇതൊക്കെ ഫുള്ളി കൺട്രോൾഡ് ചേസസിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് എ V എൻജിൻ. ഒരു V എൻജിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. V എൻജിൻ എന്നുള്ളത് 60 ഡിഗ്രി മേക്ക് ചെയ്യുന്ന ഒരു എൻജിനാണ്. ഇവിടെ പിസ്റ്റൻസ് തമ്മിലുള്ള ആംഗിൾ മേക്ക് ചെയ്യുന്നത് സെൻറ്റർ ടു സെൻറ്റർ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ മേക്ക് ചെയ്യുന്നത് 60 ഡിഗ്രി ആയിരിക്കും. അപ്പം ആൻസർ ഈസ് 60 ഡിഗ്രി. ക്വസ്റ്റ്യൻ നമ്പർ 10, ദ പാർട്സ് ഓഫ് ദ ചേസസ് ഓഫ് എ വെഹിക്കിൾ ഇൻക്ലൂഡ്സ്. ഒരു വാഹനത്തിൻ്റെ ചേസസിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ ഏതെല്ലാമാണെന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ചെക്ക് ചെയ്യാം. റേഡിയേറ്റർ എഞ്ചിൻ്റെ ചേസസിൽ ഉൾപ്പെടുന്നതാണ്. ട്രാൻസ്മിഷൻ സിസ്റ്റം ആൻഡ് സസ്പെൻഷൻ സിസ്റ്റം, അതും ചേസസിൽ ഉൾപ്പെടുന്നതാണ്. ട്രാൻസ്മിഷൻ സിസ്റ്റത്തിനകത്ത് വരുന്നതാണ് ഗിയർ ബോക്സ്, ക്ലച്ച്, അതുപോലെ തന്നെ പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, ഇതെല്ലാം. മറ്റൊന്ന് ബ്രേക്കാണ്. ബ്രേക്കും ചേസസിൻ്റെ ഭാഗമാണ്. അപ്പം ആൻസർ എന്നുള്ളത് ഓൾ ഓഫ് ദ എബോവ് ആണ്, ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ട്രാൻസ്മിഷൻ സിസ്റ്റം. ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗം അല്ലാത്തത്
ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അത് ആൻസർ വീൽസ് ആണ്. കാരണം ക്ലച്ച്, ആക്സിൽ, ഗിയർ ബോക്സ് എല്ലാം വാഹനത്തിൻ്റെ ട്രാൻസ്മിഷൻ സിസ്റ്റമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ ഓട്ടോമൊബൈൽ ചേസിസ് ഡസ് നോട്ട് ഇൻക്ലൂഡ്. ഇവിടെ ഉൾപ്പെടാത്തതാണ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പാർട്സ്. താഴെ തന്നിരിക്കുന്നതിനകത്ത് ചേസിസുമായി ബന്ധപ്പെടാത്ത ഭാഗം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. സ്റ്റിയറിംഗ് സിസ്റ്റം ചേസിസിൻ്റെ ഭാഗമാണ്. ഷോക്ക് അബ്സർവറും ചേസിസിൻ്റെ ഭാഗമാണ്. ബ്രേക്കും ചേസിസിലാണ്. എന്നാൽ ഡിഫറൻഷ്യലിൻ്റെ കേസിലാണെങ്കിൽ ഡിഫറൻഷ്യൽ എന്നുള്ളതാണ് ഇവിടെ ഉത്തരം. ഡിഫറൻഷ്യൽ എന്നുള്ളത് ആക്സിൽ അസംബ്ലിയുടെ ഭാഗമാണ്. സെലക്ട് ചെയ്യാവുന്ന ഉത്തരം ഡിഫറൻഷ്യലാണ്. ആൻസർ ചെയ്യാണ് കറക്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 13, ദ ലോഡ്സ് സപ്പോർട്ടഡ് ബൈ ആൻ ഓട്ടോമൊബൈൽ ഫ്രെയിം. ഒരു ഓട്ടോമൊബൈൽ ഫ്രെയിം സപ്പോർട്ട് ചെയ്യുന്ന ലോഡ്സ് ഏതെല്ലാമാണെന്നാണ്. അതിനകത്ത് വരുന്നതാണ് വെയിറ്റ് ഓഫ് ദ ബോഡി, പാസഞ്ചേഴ്സ്, കാർഗോ ലോഡ്സ്. ശരിയാണ്. സെക്കൻഡ് വൺ, ടോർ ഫ്രം എൻജിൻ ആൻഡ് ട്രാൻസ്മിഷൻ. തീർച്ചയായിട്ടും അത് ശരിയാണ്. ക്ലച്ച് അസംബ്ലി, അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ സിസ്റ്റം, ഇതെല്ലാം അതിനകത്ത് വരുന്നതാണ്. സഡൻ ഇമ്പാക്ട്സ് ഫ്രം കൊളിഷൻസ്. ഒരു വാഹനം കൂട്ടിമുട്ടുവാണെങ്കിൽ അതിൻ്റെ ഇഫക്റ്റ് ഉണ്ടാകുന്ന ഫ്രെയിമിലായിരിക്കും. അതും ശരിയാണ്. ആൻസർ ഓൾ ഓഫ് ദ മെൻഷൻഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, അഡ്വാൻറ്റേജ് ഓഫ് ദ ഇൻലൈൻ സിലിണ്ടർ അറേഞ്ച്മെൻറ്റ്സ്. ഒരു എഞ്ചിനകത്ത് ഒരേ ലൈനിൽ സിലിണ്ടർ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് ഏതെല്ലാമാണെന്നാണ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ കേസ്, സിലിണ്ടേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ വൺ ലൈൻ. അത് ശരിയാണ്. ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ എല്ലാ സിലിണ്ടേഴ്സും ഒരേ ലൈനിലാണ് കാണിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, ക്രാങ്ക് ഷാഫ്റ്റ് ലോങ്ങർ ആണ്. ഇങ്ങനെയുള്ള കേസിൽ എഞ്ചിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് നീളം കൂടുതലായിരിക്കും. റെസിപ്രോക്കേറ്റീവ് മോഷൻ നടക്കുന്നെങ്കിലും ഇതിനകത്ത് ബെറ്റർ ബാലൻസിങ് ആണ്. അറിഞ്ഞിരിക്കണം. അപ്പോൾ ആൻസർ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദിസ് ഫോൾസ് അണ്ടർ LMV. ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ കാറ്റഗറിയിൽ താഴെ തന്നിരിക്കുന്നത് ഉൾപ്പെടുന്ന ഏതെന്നാണ്. അറിയാം, അത് കാറാണ് അതിനകത്ത് വരുന്നത്. ബസ്സിൻ്റെ കേസാണെങ്കിൽ HMV ആണ്, അതായത് ഹെവി മോട്ടോർ വെഹിക്കിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 door and 4 door ടൈപ്പ് ഓട്ടോമൊബൈൽസ് ആർ ക്ലാസിഫൈഡ് ആസ്. 2 ഡോറോ അല്ലെങ്കിൽ 4 ഡോറോ ഉള്ള ഓട്ടോമൊബൈൽസിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആൻസർ സെദാൻ ആണ്. സെദാൻ എന്നുള്ളത് 3 ബോക്സ് ബോഡീസാണ്. എൻ്റെ പ്രത്യേകത, ഇവിടെ 3 ബോക്സ് ബോഡീസിനകത്ത് എൻജിൻ ഫ്രണ്ടിലാണ്, വാഹനം പോകുന്ന ഡയറക്ഷൻ ഇങ്ങോട്ടാണെങ്കിൽ ഇത് പാസഞ്ചർ ക്യാബിനാണ്, ഇത് അതിൻ്റെ റിയർ കാർഗോ ഭാഗമാണ്. ഇതിനെയാണ് വിളിക്കുന്ന പേര് ട്രങ്ക്. ഇത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. അപ്പോൾ ഒരു വാഹനത്തിൽ 2 ഡോർ അല്ലെങ്കിൽ 4 ഡോർ ഉള്ളതിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, അത് സെദാനാണ്. മറ്റൊരു പോയിൻ്റ്, സെദാൻ വാഹനത്തിൻ്റെ കേസിൽ മറ്റൊരു രീതിയിൽ ചോദിക്കാം, എ പാസഞ്ചർ കാർ വിത്ത് 4 doors ആൻഡ് എ ട്രങ്ക്. അങ്ങനെ വന്നു കഴിഞ്ഞാലും അതിൻ്റെ ഉത്തരം സെദാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ പാർട്ട് ഓഫ് ദ സെദാൻ വെഹിക്കിൾ. സെദാൻ വെഹിക്കിളുമായി ബന്ധമില്ലാത്ത ഭാഗമാണ് ചോദിച്ചിട്ടുള്ളത്. 3 ബോക്സ് ബോഡീസാണ് ശരിയാണ്. ട്രങ്ക് റിയർ ഭാഗമാണ്, അത് ശരിയാണ്. അല്ലെ കാർഗോ ഭാഗത്തിനാണ് ട്രങ്ക് എന്ന് പറയുന്നത്. പാസഞ്ചർ കാർ, അത് യൂസസ് ആസ് എ പാസഞ്ചർ കാർ. മറ്റൊന്ന്, അതിൻ്റെ ആൻസർ ശരിയല്ലാത്തത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ എക്കണോമിയാണ്. ഇങ്ങനെയുള്ള വാഹനങ്ങളിൽ എക്കണോമി വളരെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് വിച്ച് സ്ട്രോക്ക് ദ എയർ ഫ്യൂൽ മിക്സ്ചർ ഏത് സ്ട്രോക്കിലാണ് എൻജിൻ സിലിണ്ടറിലേക്ക് പ്രവേശിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. ഇതൊരു 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ്റെ കേസാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, സെക്ഷൻ സ്ട്രോക്കിൻ്റെ ഫലമായിട്ട് എഞ്ചിനുള്ളിലെ പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാൾ കുറയുന്നതിൻ്റെ ഫലമായിട്ട് എയർ ഫ്യൂൽ മിക്സ്ചർ എഞ്ചിൻ്റെ സിലിണ്ടറിലേക്ക് പ്രവേശിക്കുന്നു. അതുകൊണ്ട് ആൻസർ എന്നുള്ളത് സെക്ഷനാണ്. ആൻസർ എ ആണ് ശരി. ക്വസ്റ്റ്യൻ നമ്പർ 19, വീൽ ട്രാക്ക് ഓഫ് എ വെഹിക്കിൾ. നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. വീൽ ട്രാക്ക് എന്നുള്ളത് വാഹനത്തിൻ്റെ 2 വീലുകൾ തമ്മിലുള്ള അകലമാണ്. അത് ഫ്രണ്ട് ആകാം അല്ലെങ്കിൽ റിയർ വീലുകൾ തമ്മിലാകാം. അതിൻ്റെ പ്രത്യേകത എന്നുള്ളത് ഓപ്പോസിറ്റുള്ള വീൽസ് തമ്മിലുള്ള അകലം എന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. അതുകൊണ്ട് ആൻസർ എന്നുള്ളത് സി ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ഫ്രണ്ട് വീൽസ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അറ്റ് ദ എൻഡ് ഓഫ് വിച്ച് സ്ട്രോക്ക് ദ എയർ ഫ്യൂൽ മിക്സർ ഗെറ്റ്സ് ഇഗ്നിഷൻ ഇൻ എ 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ. ഒരു 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ്റെ കേസിൽ ഏത് സ്ട്രോക്കിലാണ് എയർ ഫ്യൂൽ മിക്സർ കത്തുന്നതാണ് ക്വസ്റ്റ്യൻ. ഒരു 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ്റെ കേസിൽ സെക്ഷൻ സ്ട്രോക്കിൽ എയർ ഫ്യൂൽ മിക്സർ
എഞ്ചിൻ്റെ സിലിണ്ടറിൽ പ്രവേശിക്കപ്പെടുന്നു. കംപ്രഷൻ സ്ട്രോക്കിൽ എയർ ഫ്യൂൽ മിക്സർ കംപ്രസ് ചെയ്യപ്പെടുന്നു. അതിൻ്റെ അവസാനം സ്പാർക്ക് പ്ലഗിൽ നിന്നുള്ള സ്പാർക്ക് ഉപയോഗിച്ച് ഇഗ്നീഷൻ സംഭവിക്കുന്നു. അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ എന്നുള്ളത് കംപ്രഷൻ ആണ്. അതിനുശേഷമുള്ള സ്ട്രോക്കാണ് പവർ സ്ട്രോക്ക് അല്ലെങ്കിൽ എക്സ്പാൻഷൻ സ്ട്രോക്ക്. ആ സ്ട്രോക്കിലായിരിക്കും ഏറ്റവും കൂടുതൽ പ്രഷർ പിസ്റ്റണിനകത്ത് ആക്ട് ചെയ്യുന്നത്. അതിനുശേഷം എക്സോസ്റ്റ് സ്ട്രോക്കിൽ ബേൺഡ് ആൻഡ് അൺബേൺഡ് ഫ്യൂൽ എയർ മിക്സർ പുറത്താക്കപ്പെടുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ ആൻസർ എന്നുള്ളത് ബി ആണ്.